ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഞാൻ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത സമയത്ത് ചെന്നൈയിൽ പറയേണ്ടത് ഇപ്പോൾ അശ്വന്ത് ഗോക്കിന്റെ ഒക്കെ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കൊറിയൻ സിനിമകളൊക്കെ ആയിട്ട് മോഹിനിയാട്ടത്തേക്ക് താരതമ്യം ചെയ്യുന്നുണ്ട്. കാരണം ആ സിനിമയിൽ ഇല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ താരതമ്യപ്പെടുത്തുമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ പാരസൈറ്റിന്റെ അല്ലേ, അല്ലെങ്കിലും അത് എടുത്ത് പറയുന്നുണ്ടല്ലോ. അതെ അതെ, എടുത്ത് പറയുന്നുണ്ട്. കാരണം അത് ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഇപ്പൊ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന അതായത് ഓവർ ദ ടോപ്പ് വേറെ രീതിയിൽ പോവാതെ കറക്റ്റ് ഒരു മീറ്ററിലാണ്, അതായത് ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്തി തന്നെയാണ് സെക്കൻഡ് ഒരു ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ കഥാപാത്രങ്ങൾ. ഇപ്പോൾ സുരാജേട്ടനാണേലും സൈജുവേട്ടനാണേലും അവരൊക്കെ പെർഫോമൻസ് വൈസ് ആണേലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ലൈക്ക് അവർ സ്കോർ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം നായകൻ സൈജുവേട്ടനാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഇവർ തന്നെ ലൈക്ക് ചേട്ടനെക്കാട്ടിലും സ്കോർ ചെയ്യുന്നുണ്ടോ, അത്തരത്തിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നു സിനിമ ചെയ്യുമ്പോൾ? ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. കാരണം ഞാൻ എൻ്റെ ഡയലോഗ് പഠിക്കുന്നതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മെമ്മറി പവർ കുറവായത് കാരണം ഇവരൊക്കെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് പടപടപടാന്ന് ഡയലോഗ്സ് പറയുന്ന ആൾക്കാരെ. അപ്പം എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാനുള്ള സമയമില്ലായിരുന്നു. പിന്നെ എൻ്റെയും കൂടെ ഡയലോഗ് ഒരു 2 ലൈൻ അവരും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അത്രയും കുറവല്ലേ എനിക്ക് പറയേണ്ടി വരുള്ളൂ എന്ന് ഓർക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നായകനായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നായകനായിട്ട് നിൽക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ പടം നന്നാകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. അപ്പോൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നന്ദു ചേട്ടൻ്റെ മറ്റേ കെട്ടിത്തൂങ്ങുന്ന സീനിൽ ഇല്ലില്ല, അത് നന്ദു ചേട്ടന് ഇമ്പോർട്ടൻസ് പോകുന്നു, എന്നെ കെട്ടിത്തൂക്കിയാൽ മതിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടപെടാണ്ടിരിക്കുകയാണ് നല്ലത്. വെച്ചാൽ നമുക്കതിനെപ്പറ്റി വിവരം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കതിനെപ്പറ്റി വിവരമില്ല. അതുകൊണ്ട് ഈ ഡയറക്ഷന് താല്പര്യം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഡയറക്ഷനോട് താല്പര്യമില്ല. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഞാൻ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത സമയത്ത് ചെന്നൈയിൽ തമിഴ് സിനിമയുടെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്, ഞാൻ ഹണ്ടിങ് എന്നാണ് അതിന് പറയുന്നത്, ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒരച്ച് അതുപോലൊരു പെർമനൻറ്റ് മാർക്ക് വന്നായിരുന്നു അറിയടെ. ഫ്ലൈറ്റിലേ പോവുള്ളൂ, ഇതിൽ എനിക്ക് കാശില്ലെങ്കിലും ഞാൻ പക്ഷേ ആ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം. പക്ഷെ ഇത് പിന്നെ ഞാൻ അടയ്ക്കണം, ക്രെഡിറ്റ് കാർഡ് അടയ്ക്കേണ്ടി പറ്റില്ല. പിന്നെ അഭിനയിച്ച് രക്ഷപ്പെടുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതി നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കി അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ് മൈ ഫാൻ രാമു എന്ന് പറഞ്ഞ സിനിമ. അതും ഓടിയില്ല. പിന്നെ പലരും പറഞ്ഞു എന്നാൽ പിന്നെ ഡയറക്ഷൻ കൂടെ നോക്ക്, എന്തായാലും എഴുതിയല്ലോ. പക്ഷെ എനിക്കറിയാം എനിക്ക് അതിനുള്ള വിവരമില്ല എന്നുള്ളത്. നമുക്കിപ്പം അപ്പോഴത്തേക്ക് ഒരു 2012 ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് അഭിനയത്തിൻ്റെ പരിപാടി മനസ്സിലായി തുടങ്ങി. അപ്പോൾ പിന്നെ ഇത് കിട്ടുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ മറ്റേതിലേക്ക് പോയാൽ അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയാവുന്ന ഓർത്ത് ആ ഒരു ഏരിയ ഞാൻ പിടിക്കുന്നില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എനിക്കിതൊന്നും ആലോചിക്കാനുള്ള സമയമില്ലായിരുന്നു. എനിക്ക് കണ്ടമാനം ഡയലോഗ്സ് അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ കോമഡി സിനിമയാണല്ലോ, ഈ ചെറിയ നമ്മുടെ മോഡുലേഷൻ വരെ പ്രശ്നമാക്കാം. അവിടെ ഒരു കോമഡി വീടിൻ്റെ ചിലപ്പോൾ ആൾക്കാർ ചിരിക്കില്ല. അപ്പോൾ അതിലായിരുന്നു മൊത്തം കോൺസെൻട്രേഷൻ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം വിനയ് ഈ പടത്തിൽ അഭിനയിച്ചെന്നുള്ളതാണ്. വിനയ് എൻ്റെ തുടക്ക കാലഘട്ടത്തിലുള്ള വിനയും അത് പറഞ്ഞു. ഇൻഫാക്റ്റ് വിനയ് ഒരു FM-ൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വിനയുടെയൊക്കെ ഒരു ചോദ്യം RJ ചോദിച്ചു, സിനിമ ഇൻഡസ്ട്രിയിൽ ആരെ കാണുമ്പോഴാണ് ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നതെന്ന്. വിനയന് പറഞ്ഞ ആൻസർ, സൈജു കുറുപ്പിനെ കണ്ട എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നാറുണ്ടെന്ന്. ചെയ്യും പുള്ളി. അപ്പോൾ അത്രയും സ്നേഹം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു രണ്ടാമത്തെ പ്രൊഡക്ഷൻ, ഇത് ആക്ച്വലി ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് തന്നെ പറയണം. ബിക്കോസ് ഇതാണ് ശ്രദ്ധിക്കപ്പെട്ടത് തിയേറ്റേഴ്സിൽ. പക്ഷെ ഭരതനാട്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഭരതനാട്യം ഇല്ലായിരുന്നെങ്കിൽ ഇതിനും ഈ പറഞ്ഞ ഇനിഷ്യൽ ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹമായിട്ട് എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ 2-3 പടങ്ങളെ നമുക്ക് ഇതിനു മുമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വിനയായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അതൊരു ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ്.